ഹലോ, നമുക്ക് ഇന്നിനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഫോർത്ത് മൊഡ്യൂളാണ് കോണ്ടൂർ ഇൻ്റഗ്രൽസ്. കോണ്ടൂർ ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ എഫ് ഓഫ് ഇസഡ് എന്നുള്ളൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കോംപ്ലക്സ് ഫംഗ്ഷനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം ഇൻ ദ കോംപ്ലക്സ് പ്ലെയിൻ. ഒരു കോംപ്ലക്സ് പ്ലെയിനിൽ ഈ ഫംഗ്ഷനെ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ, ഫോർത്ത് മൊഡ്യൂളിലെ ആദ്യത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ എന്തൊക്കെയാണ് കണ്ടിരുന്നത്? കോംപ്ലക്സ് ഫംഗ്ഷൻ എന്താണെന്നും കോംപ്ലക്സ് വേരിയബിളിൻ്റെ പ്രോപ്പർട്ടീസും അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസും എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലെ. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, ലോഗരിതമിക് ഫംഗ്ഷൻ, ഹൈപ്പർബോളിക് ഫംഗ്ഷൻ, അങ്ങനെ ഇഷ്ടംപോലെ ഫംഗ്ഷൻസ് ഇൻ ടേംസ് ഓഫ് കോംപ്ലക്സ് വേരിയബിൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അതിൻ്റെ കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഈ ഒരു മൊഡ്യൂളിൽ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ കോംപ്ലക്സ് ഫംഗ്ഷൻ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം ഇൻ ദ കോംപ്ലക്സ് പ്ലെയിൻ. നമ്മൾ ഇതുവരെ ഡീൽ ചെയ്തിരുന്നത് മൊത്തം റിയൽ ഫംഗ്ഷൻസ്, റിയൽ ലൈൻ ഇൻ്റഗ്രേഷൻ ആണ്. ഇവിടെ അതല്ല, എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന കോംപ്ലക്സ് പ്ലെയിനിൽ ഇതിനെ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ആ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ആ ഒരു ഇൻ്റഗ്രൽസിനെയൊക്കെ നമ്മൾ പറയുന്നത് കോണ്ടൂർ ഇൻ്റഗ്രൽസ് എന്നാണ്. ഈ കോണ്ടൂർ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ പേര് കോണ്ടൂർ ഇൻ്റഗ്രൽസ്. ഇനി എന്താണെന്ന് ഞാൻ ഡയറക്റ്റ് ആയിട്ട് കിടക്കാം. ഇതൊരു കോംപ്ലക്സ് പ്ലെയിൻ ആണെന്ന് വിചാരിക്കാം. ഈ കോംപ്ലക്സ് പ്ലെയിനിൻ്റെ ഒരു കർവാണിത്. സി എന്ന് പറയുന്നൊരു കർവാണ് ഈ തന്നിരിക്കുന്നത്. ഇതൊരു പീസ് വൈസ് സ്മൂത്ത് കർവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സി എന്ന് പറയുന്നത് ഒരു പീസ് വൈസ് സ്മൂത്ത് കർവ്. അപ്പം എന്താ ഈ പീസ് വൈസ് സ്മൂത്ത് കർവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പീസ് എടുത്തു ഈ കർവിനെ നമുക്ക് ഇഷ്ടം പോലെ ചെറിയ ചെറിയ പാർട്സ് ആയിട്ട് പാർട്ടീഷൻ ചെയ്തുകൂടെ? കുറേ പാർട്ടീഷൻസ് കിട്ടില്ല. ഇത് മൈന്യൂട്ടായിട്ടുള്ള ഓരോ പോയിന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പാർട്ടീഷൻസ് കിട്ടും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു പാർട്ടീഷൻസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായി, നമ്മൾ ഈ ഒരു വലിയ കർവിനെ കുറേ പീസ് വൈസ് കർവുകളാക്കി മാറ്റി. ഇങ്ങനെയുള്ള ഓരോ പീസ് വൈസ് കർവുകൾ എന്തായിരിക്കണം എന്ന് പറയുന്നത്? സ്മൂത്ത് ആയിരിക്കണം. സ്മൂത്ത് ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ വേറെ ട്വിസ്റ്റിംഗ് ഒന്നും ഇങ്ങനെ വരാൻ പാടില്ല. ഇങ്ങനെ ഇങ്ങനെ മാത്രമേ വരാൻ പാടുള്ളൂ. ട്വിസ്റ്റിംഗ് ഒന്നും അതിൻ്റെ ഇടയിൽ വരാൻ പാടില്ല. ശരിക്കും സ്മൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടിൽ അത് ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. ഓരോ പീസ് എടുത്താലും അത് ഡിഫറൻഷ്യബിൾ ആൻഡ് കണ്ടിന്യൂസ് ആയിരിക്കണം. ഇതിങ്ങനെയുള്ള കർവിനെയാണ് എന്ത് പറയുന്നത്? പീസ് വൈസ് സ്മൂത്ത് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കർവ് തന്നിട്ടുണ്ട്. ഈ കർവിലുള്ളൊരു അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിൽ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിലാണ് ഇത് എന്ത് ചെയ്യുന്നത്. ഈ എ ടു ബിയിലുള്ള ഒരു ആ ഒരു വിഡ്ത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പിലുള്ള ഒരു ലിമിറ്റ് പോയിന്റ്സിലുള്ള ഒരു കർവാണ് സി എന്ന് പറയുന്നത്. സി ഒരു പീസ് വൈസ് സ്മൂത്ത് കർവാണ്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ഈ എലോങ് ദിസ് കർവ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഈ ഒരു പാത്തിനെയാണ് എന്ത് പറയുന്നത്? കോണ്ടൂർ അല്ലെങ്കിൽ പാത്ത് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു പാത്തിനെ പറയുന്ന പേരാണ് എന്ത്? കോണ്ടൂർ എന്ന് പറയുന്നത്. ഈ പീസ് വൈസ് സ്മൂത്ത് കർവ് ഈ സീനെ ആണ് എന്ത് പറയുന്നത്? കോണ്ടൂർ എന്ന് പറയുന്നത്. ആ പാത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണോണ്ടാണ് ഇതിന് എന്ത് പറയുന്നത്? കോണ്ടൂർ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇൻ്റഗ്രേഷൻ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് ഈ എലോങ് ദിസ് കർവ് തന്നിട്ടുണ്ട്. ഇറ്റ്സ് ഡിഫൈൻഡ് ബൈ, എങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. കർവ് സെഡ് ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് ഐ ഇൻറ്റു വൈ ഓഫ് ടി. ടിയുടെ ലിമിറ്റ്സ് എന്ന് പറയുന്നത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇങ്ങനെയാണ് കർവ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെഡ് ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി, സോറി കർവ് അല്ല, എഫ് തന്നിരിക്കുന്നത്. എഫിലെ സെഡ് ഓഫ് ടി തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: എക്സ് ഓഫ് ടി പ്ലസ് ഐ ഇൻറ്റു വൈ ഓഫ് ടി വേർ ടി വേരീസ് ഫ്രം എ ടു ബി. സോ എന്താണ് ഇപ്പോൾ ഒന്നുകൂടി പറയാൻ ഞാൻ? എഫ് ഈസ് എ ഫംഗ്ഷൻ വിച്ച് ഈസ് കണ്ടിന്യൂസ് ഇൻ ദ ഗിവൺ കർവ് സി and f is defined as, അല്ലെങ്കിൽ f is given by, അല്ലെങ്കിൽ c is curve is given by z of t equal to x of t plus I into y of t where t varies from a to b. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓവർ c, ഈ കർവിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ പറയുന്നത് f of z dz equal to എവിടെ തൊട്ട് എവിടെ വരെയാണ്? a to b. f of z നെ നമ്മൾ എങ്ങനെ എഴുതുന്നു? f of z of t into
z dash of t dt. ഇവിടെ എങ്ങനെയാണ് ഇതിനെ മാറ്റി എഴുതുന്നത്? ഇന്റഗ്രൽ f of z dz over c is defined as integral over a to b f of z of t into z dash of t dt. ഇങ്ങനെയാണ് നമ്മളിവിടെ കോണ്ടൂർ ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് വായിക്കാം. ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ എ സ്മൂത്ത് കർവ് സി, എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഈ സി എന്ന് പറയുന്ന സ്മൂത്ത് കർവിൽ കണ്ടിന്യൂസ് ആണ്. ആൻഡ് സി ഈസ് ഗിവൺ ബൈ z of t equal to x of t plus I into y of t where t varies from a to b. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി സെഡ് എന്താണ്? ഇന്റഗ്രൽ ഓവർ എ ടു ബി എഫ് ഓഫ് ഇസഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി. ഇങ്ങനെയാണ് ഒരു കോംപ്ലക്സ് ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് അലോങ് ദിസ് പാത്ത് ഓർ അലോങ് ദിസ് കോണ്ടൂർ. ഈ കർവിനെയാണ് എന്ന് പറയുന്നത് കോണ്ടൂർ എന്ന് പറയുന്നത്. ഈ ഇൻ്റഗ്രലിനെ ഇന്റഗ്രൽ ഓവർ സി കോണ്ടൂറിനെ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും. ഇന്റഗ്രൽ ഓവർ കോണ്ടൂറിനെ ഇങ്ങനെയും ഡിനോട്ട് ചെയ്യും. ഈ ഒരു സിമ്പിൾ കൊണ്ട് ഡിനോട്ട് ചെയ്യും. അല്ലെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എന്ന് എഴുതും, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു സിമ്പിൾ എഴുതും. ഇതിന്റെ മീനിങ് എന്ത് തന്നെയാണ്? ഇന്റഗ്രൽ ഓവർ സി എന്ന് തന്നെയാണ്. സോ ഒന്നുകൂടിയും പറയാം, എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇൻ ദിസ് സ്മൂത്ത് കർവ് സി. ആൻഡ് സി ഈസ് ഗിവൺ ബൈ z of t equal to x of t plus I into y of t where t varies from a to b. Then integral over c f of z dz equal to integral over a to b f of z of t into z dash of t dt. ഇങ്ങനെയാണ് കോണ്ടൂർ ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്തത്. കോണ്ടൂർ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു പാത്തിനെയാണ് കോണ്ടൂർ എന്ന് പറയുന്നത്. ഈ ഒരു പാത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ കോണ്ടൂർ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവാലുവേറ്റ് integral over c z bar dz where c is given by കാരണം നമുക്ക് തന്നിട്ടുണ്ട് x equal to 3t y equal to t square minus 1 t square and t varies from minus 1 less than or equal to t less than or equal to 4. ഇങ്ങനെയാണ് എന്ത് തന്നിരിക്കുന്നത്? കർവ് തന്നിരിക്കുന്നത്. എഫ് ഓഫ് ഇസഡ് എന്താ തന്നിരിക്കുന്നത്? ഇതല്ലേ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത്. ഹിയർ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു സെഡ് ബാർ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ അല്ലേ? എങ്ങനെയായിരുന്നു ഫോർമുല? ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി സെഡ്. അപ്പോൾ ഇതിൽ നിന്ന് എഫ് ഓഫ് ഇസഡ് എന്ത് പറയാം? സെഡ് ബാർ എന്ന് പറയാം. ഇനി സെഡ് എങ്ങനെയാണ് തന്നിരിക്കുന്നത്? സെഡ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് ഓഫ് ടി പ്ലസ് ഐ ഇൻറ്റു വൈ ഓഫ് ടി. ടിയിലുള്ള രണ്ട് ഫംഗ്ഷൻസ് എക്സും വൈയും, ടിയിലുള്ള രണ്ട് ഫംഗ്ഷൻസ്. ഇവിടെ എക്സും വൈയും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ സെഡ് ഓഫ് ടി എങ്ങനെ എഴുതാം? സെഡ് ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് ഐ ഇൻറ്റു വൈ ഓഫ് ടി. എക്സ് എന്ന് പറയുന്നത് 3t, വൈ ഓഫ് ടി എന്താണ്? ടി സ്ക്വയർ. സോ ഐ ഇൻറ്റു ടി സ്ക്വയർ. ടിയുടെ വേരിയേഷൻ എങ്ങനെയാണ്? -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഇനി ഫോർമുല എന്താണ്? ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി സെഡ് എന്താ? ഇന്റഗ്രൽ ഓവർ എ ടു ബി. എ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് എന്താണ്? ടിയുടെ വേരിയേഷൻസ്. എവിടെ തൊട്ട് എവിടെ വരെയാണ്? ടി -1 തൊട്ട് 4 വരെ. അപ്പോൾ എ എന്ന് പറയുന്നത് -1, ബി എന്ന് പറയുന്നത് 4. ഇനി എങ്ങനെയായിരുന്നു? എഫ് ഓഫ് ഇസഡ് ഓഫ് ടി ഇൻറ്റു ഇസഡ് ഡാഷ് ഓഫ് ടി. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും നമുക്ക് കണ്ടെത്തണം. നമുക്ക് എന്തറിയാം? എഫ് ഓഫ് ഇസഡ് എന്താണെന്നറിയാം? സെഡ് ബാർ ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? എഫ് ഓഫ് ഇസഡ് ഓഫ് ടി, അതായത് സെഡിനെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം? സെഡ് ഓഫ് ടി വെച്ച് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ എഫ് ഓഫ് സെഡ് ഓഫ് ടി, എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്ത് വരും? എഫ് ഓഫ് ഇസഡ് എന്താ? സെഡ് ബാർ. അപ്പോൾ എഫ് ഓഫ് ഇസഡ് ഓഫ് ടി എന്ത് വരും? സെഡ് ഓഫ് ടി ഹോൾ ബാർ. അതായത് ഈ സെഡ് ഓഫ് ടിയുടെ കോൺജുഗേറ്റ് അല്ലേ പറയുന്നത്. ഇതിന്റെ കോൺജുഗേറ്റ് എന്ത് വരും? 3t മൈനസ് ഐ ടി സ്ക്വയർ അല്ലേ? കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ അതല്ലേ മീനിങ്. അപ്പോൾ 3t മൈനസ് ഐ ടി സ്ക്വയർ. അപ്പോൾ എഫ് ഓഫ് സെഡ് ഓഫ് ടി കിട്ടി. ഇനി ഇന്റഗ്രേഷൻ കാണണമെങ്കിൽ എന്ത് വേണം? സെഡ് ഡാഷ് ഓഫ് ടി വേണം. സെഡ് ഓഫ് ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഡെറിവേറ്റീവ്. ഇതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 3 പ്ലസ് അല്ലെ ടിയുടെ ഡെറിവേറ്റീവ് 1. ഇവിടെ എന്ത് വരും? 2i t.
അപ്പോൾ എന്തായാലും നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ട ആൾക്കാരെ കിട്ടി. എഫ് ഓഫ് ഇസഡ് ഓഫ് ടിയും കിട്ടി, ഇസഡ് ഡാഷ് ഓഫ് ടിയും കിട്ടി. എഫ് ഓഫ് ഇസഡ് ഓഫ് ടി എങ്ങനെയാണ് ചെയ്തത് മനസ്സിലായില്ലേ? എഫ് ഓഫ് ഇസഡ് സെഡ് ബാർ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടി. ഇവിടെ സെഡിന് പകരം സെഡ് ഓഫ് ടി റീപ്ലേസ് ചെയ്തു. അപ്പോൾ എഫ് ഓഫ് ഇസഡ് ഓഫ് ടി, അപ്പോൾ സെഡ് ബാർ എന്തായി മാറും? സെഡ് ഓഫ് ടി ഹോൾ ബാർ. സെഡ് ഓഫ് ടി നമുക്കറിയാം, അതിൻ്റെ കോൺജുഗേറ്റ് എടുത്തു. സെഡ് ഡാഷ് ഓഫ് ടി ഇവിടെ ഡെറിവേറ്റീവ് കണ്ടു. ഇനി എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻ്റഗ്രൽ ഓവർ സി സെഡ് ബാർ ഡി സെഡ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എ എന്ന് പറയുന്നത് -1 to 4 എഫ് ഓഫ് ഇസഡ് ഓഫ് ടി. എഫ് ഓഫ് ഇസഡ് ഓഫ് ടി എന്താ നമുക്ക് കിട്ടിയിരിക്കുന്നത്? കോൺജുഗേറ്റ് 3t - it². സെഡ് ഡാഷ് ഓഫ് ടി എന്ത് കിട്ടിയിട്ടുണ്ട്? 3 + 2it വിത്ത് റെസ്പെക്ട് ടു dt. ഇവിടെ എന്ത് വരും? -1 to 4 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? 3 × 3 9t + 3 × 2 6 it² - 3it². ഇവിടെ എന്ത് വരും? 2t³ i × i -1 വരും, നെഗറ്റീവും നെഗറ്റീവും പ്ലസ് 2t³ dt. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 9t ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 9 × t²/2. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം. -1 to 4 വരെ. ഇവിടെ 6i കോൺസ്റ്റന്റ് ആണ്. t² ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t³/3. ലിമിറ്റ്സ് -1 to 4 വരെ. അല്ലെങ്കിൽ ഇതിനെ ഒരുമിച്ച് നമുക്ക് എന്തെഴുതാം? 6it² - 3it² ഇവിടെ എന്ത് വരും? 3it² വരും. അപ്പോൾ 3i × t³/3. ലിമിറ്റ്സ് -1 തൊട്ട് 4 വരെ പ്ലസ് 2 × t⁴/4. ലിമിറ്റ്സ് -1 തുടങ്ങി 4 വരെ. ഇവിടെ ലിമിറ്റ്സ് എല്ലാം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ വാല്യൂ 195 + 65i. ഇത്രയാണ് നമ്മുടെ ഇൻ്റഗ്രൽ വാല്യൂ കിട്ടുന്നത്. സുഖമല്ലേ ചെയ്യാനായിട്ട്? എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എഫ് ഓഫ് ഇസഡ് എന്നുള്ളത് തന്നിട്ടുണ്ടായിരിക്കും, കർവ് സെഡ് ഓഫ് ടിയും തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ഇനി ബാക്കിയുള്ളതൊക്കെ അതനുസരിച്ച് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഒരു പ്രോബ്ലം കൂടി നോക്കാം നമുക്ക്. അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി 1/z dz where c is the circle, x equal to cos t and y equal to sin t, 0 less than or equal to t less than or equal to 2. ഇങ്ങനെയാണ് എന്ത് തന്നിരിക്കുന്നത്? സർക്കിൾ തന്നിരിക്കുന്നത്. cos t plus cos t y equal to sin t. അപ്പോൾ സർക്കിളിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? c എന്ന് പറയുന്നത് എന്തായിരിക്കും? z of t. z of t എന്ന് പറയുന്നത് x of t plus i into y of t. That is cos t plus i into sin t. ഇത് എന്ത് എഴുതാം? e raised to i theta യുടെ എക്സ്പാൻഷൻ എന്തായിരുന്നു? നമ്മൾ പഠിച്ചിട്ടുണ്ട് മുൻപ് അല്ലേ? cos theta plus i sin theta. ഇവിടെ തീറ്റയ്ക്ക് വരെ ആര് വന്നേ ഉള്ളൂ? t വന്നേ ഉള്ളൂ. ഇതിനെ എങ്ങനെ എഴുതാം? e raised to i into t. ടിയുടെ വേരിയേഷൻ എങ്ങനെയാണ്? 0 less than or equal to t less than or equal to 2π. ഇനി എഫ് ഓഫ് ഇസഡ് എങ്ങനെയാണ് തന്നിരിക്കുന്നത്? 1/z. അപ്പോൾ ഇവിടെ എഫ് ഓഫ് ഇസഡ് ഓഫ് ടി എന്ത് വരും? വിച്ച് ഇംപ്ലൈസ് എഫ് ഓഫ് ഇസഡ് ഓഫ് ടി എന്ത് വരും? 1/z ഓഫ് ടി. ഇസഡ് ഓഫ് ടി എന്താ ഇവിടെ കിട്ടിയിരിക്കുന്നത്? e raised to it. 1/e raised to it എന്താ വരിക? e raised to -it. ഇനി ഫോർമുലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം? സെഡ് ഡാഷ് ഓഫ് ടി കൂടി വേണം. സെഡ് ഡാഷ് ഓഫ് ടി എന്ത് വരും? ഇതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? i into സെഡ് ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് i into e raised to it. അപ്പോൾ എഫ് ഓഫ് സെഡ് ഓഫ് ടിയും കിട്ടി, സെഡ് ഡാഷ് ഓഫ് ടിയും കിട്ടി. ഇനി ഇന്റഗ്രൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ എന്താ വരിക? ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി സെഡ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ എയും ബിയും ഇവിടെ എന്താണ്? ടിയുടെ വേരിയേഷൻസ് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? 0 തുടങ്ങി 2π വരെ. അപ്പോൾ 0 to 2π. എഫ് ഓഫ് ഇസഡ് ഓഫ് ടി എന്താണ്? e raised to -it into സെഡ് ഡാഷ് ഓഫ് ടി എന്താ? i into e raised to it
dt. ഇതെന്തായി മാറും? e raised to minus it, b raised to it, b raised to 0, 1 ആവും. I into dt യുടെ ഇന്റഗ്രൽ എന്ത് വരും? c. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 0 to 2 pi വരെ അപ്ലൈ ചെയ്യുമ്പോൾ വരും 2 pi i. ഇതാണ് നമ്മുടെ എഫ് ഓഫ് ഇസഡിന്റെ ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? കർവ് സി തന്നിരിക്കുന്നത് എക്സ് ഈക്വൽ ടു പോസിറ്റീവ് വൈ ഈക്വൽ ടു സൈൻ ടി ആണ്. അപ്പോൾ സെഡ് ഓഫ് ടി കർവ് എന്ത് വരും? എക്സ് ഓഫ് ടി പ്ലസ് ഐ ഇൻറ്റു വൈ ഓഫ് ടി, ദാറ്റ് ഈസ് കോസ് ടി പ്ലസ് ഐ സൈൻ ടി. അതെന്ന് പറയുന്നത് എന്തിൻ്റെ എക്സ്പാൻഷൻ, അബ്രിവേഷൻ അല്ലെങ്കിൽ എക്സ്പാൻഷൻ ആണ്? ഇ റേസ് ടു ഐ ടിയുടെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? എഫ് ഓഫ് ഇസഡ് 1/z ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എഫ് ഓഫ് ഇസഡ് ഓഫ് ടി കണ്ടു. എഫ് ഓഫ് ഇസഡ് ഓഫ് ടി എന്ന് പറയുന്നത് 1/z of t, that is 1/e raised to it, e raised to minus it കിട്ടി. z dash of t യും കണ്ടു, ഫോർമുലയിൽ അപ്ലൈ ചെയ്തു. ഫൈനൽ വാല്യൂ എന്ത് കിട്ടി? 2 pi i എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? നമ്മൾ കോണ്ടൂർ ഇൻ്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇനി അല്ലാത്ത ചില കേസസ് വരും. അതെങ്ങനെയാണെന്ന് പറയാം. അല്ലാത്ത കേസസ് എല്ലാം ഇവിടെ നമ്മൾ സെഡ് ഓഫ് ടിയുടെ ടേംസിൽ തന്നെ എല്ലാം ചെയ്തത്. അല്ലാത്ത ചില കേസ് എക്സിൻ്റെ ടേംസിലോ വൈയുടെ ടേംസിലൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ തന്നിരിക്കുന്നത് ഇന്റഗ്രൽ ഓവർ സി 8x² മൈനസ് iy ഇൻറ്റു dz. ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ. ഇതിനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഓൺ y ഈക്വൽ ടു 5x and 0 less than or equal to x less than or equal to 2. ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ഒരു ഫംഗ്ഷനെയാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഓൺ y ഈക്വൽ ടു 5x എന്ന് പറയുന്ന കർവിലാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ലിമിറ്റ്സ് എക്സിൻ്റെ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ എക്സിൻ്റെ ലിമിറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. സോ വൈയെ നമ്മൾ എന്ത് ചെയ്യും? എക്സിൻ്റെ അതേ ടേംസിലേക്ക് തന്നെ മാറ്റി എഴുതും. എക്സിൻ്റെ ടേംസിലേക്ക് മാറ്റി എഴുതാൻ തന്നെ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് y ഈക്വൽ ടു 5x എന്നും. അപ്പോൾ സെഡ് എന്താ ശരിക്കും? സെഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ, ദാറ്റ് ഈസ് എക്സ് പ്ലസ് ഐ ഇൻറ്റു വൈ എന്താണ്? 5x. അപ്പോൾ ഡി സെഡ് എന്ത് കിട്ടും? 1 പ്ലസ് എന്ത് വരും? 5x. അപ്പോൾ ഇവിടെ എന്ത് വരും? 1 പ്ലസ് 5i വരും ഡി സെഡ്. അപ്പോൾ ഇവിടെ നേരിട്ട് ചെയ്തൂടെ? ഇന്റഗ്രൽ ഓവർ സി. സി എന്നുള്ളത് ഇവിടെ എല്ലാം എക്സിൻ്റെ ടേമിലായി. നമ്മൾ ഡി സെഡിനെയും എല്ലാത്തിനും എന്തായി? എക്സിൻ്റെ ടേംസിലേക്ക് മാറ്റി എഴുതി. അപ്പോൾ ഇവിടെ എന്ത് വരും? എക്സിൻ്റെ ലിമിറ്റ്സ് 0 തുടങ്ങി 2 വരെ 8x² മൈനസ് ഐ ഇൻറ്റു വൈനെ എങ്ങനെ എഴുതാം? 5x എന്ന് എഴുതാം. ഇൻറ്റു ഡി സെഡ് എന്നുള്ളത് എന്ത് എഴുതാം? 1 പ്ലസ് 5y. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വിത്ത് റെസ്പെക്ട് ടു dx. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ കിട്ടും. അങ്ങനത്തെ ചില പ്രോബ്ലംസും വരാം. ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ ഫോമിലേക്ക് മാറ്റി എഴുതുക എല്ലാത്തിനെയും. ഇപ്പോൾ ഇവിടെ ലിമിറ്റ്സ് എക്സിൻ്റെ ടേമിൽ തന്നതുകൊണ്ട് എക്സിൻ്റെ ടേംസിലേക്ക് നമ്മൾ മാറ്റി എഴുതി അത് നോക്കാം. ചിലപ്പോൾ 2 ലിമിറ്റ്സും തന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കംഫർട്ടായി ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ ടേംസിലേക്ക് ഇതിനെ മാറ്റി എഴുതുക. ഇതുപോലെ സാധാരണ ഇൻ്റഗ്രേറ്റ് ചെയ്യണ പോലെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ ഇത്രയാണ് കോണ്ടൂർ ഇൻ്റഗ്രൽസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഒന്നുകൂടിയും പറയാം. കോണ്ടൂർ എന്ന് പറയുന്നത് ആ പാത്തിനെയാണ്. ഏത് പാത്തിലാണോ അല്ലെങ്കിൽ ഏത് കർവിലാണോ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ടുള്ളത്, അല്ല ഏത് പാത്തിലാണോ ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, ആ പാത്തിനെയാണ് കോണ്ടൂർ എന്ന് പറയുന്നത്. ദെൻ കോണ്ടൂർ ഇൻ്റഗ്രൽസ് എങ്ങനെ വാലുവേറ്റ് ചെയ്യുന്നത്? ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി സെഡ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എ ടു ബി എഫ് ഓഫ് ഇസഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി വെർ ടി വേരീസ് ഫ്രം എ ടു ബി. ഈ ഫോർമുല മറക്കാതെ ഇരിക്കാൻ നല്ലോണം പോലെ പഠിക്കാം. ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. സോ താങ്ക് യു.